യെസ്, സെക്ഷൻ 55 നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആയിരുന്നു അല്ലേ? ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. യെസ്, അതില് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ പോയിന്റുകൾ നമ്മൾ നോക്കി. ആണോ? നമ്മൾ ഏതൊക്കെ പോയിന്റുകളാണ് നോക്കിയത് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ളത്? എത്ര പോയിന്റാ ഞാൻ പറഞ്ഞേ? ഞാനൊരു 4 പോയിന്റ് പറഞ്ഞെന്നാണ് എന്റെ വിശ്വാസം. ഇത് കണ്ടോ, കണ്ടീഷൻസ് ഫോർ ദി ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. എന്തൊക്കെ കണ്ടീഷൻസാ? ദി ഇഷ്യൂ മസ്റ്റ് ബി ഓതറൈസ്ഡ് ബൈ ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനി. അപ്പൊ ആർട്ടിക്കിൾസിനകത്ത് എന്ത് എഴുതിയിട്ടുണ്ടാവണം? ദ കമ്പനി മേ ഫ്രം ടൈം ടു ടൈം ഇഷ്യൂ പ്രിഫറൻസ് ഷെയർസ് എഴുതിയിട്ടുണ്ടാവണം. രണ്ടാമത്തതോ, പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഏത് റെസൊല്യൂഷൻ പാസ് ചെയ്യണം? സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. എവിടെ? ജനറൽ മീറ്റിംഗിൽ കമ്പനിയുടെ. അത് AGM ആകാം, EGM ആകാം. മൂന്നാമത്തതോ, കമ്പനി പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് നേരത്തെ ഇഷ്യൂ ചെയ്ത പ്രിഫറൻസ് ഷെയർസിനകത്ത് എന്തെങ്കിലും ഡിവിഡൻഡ് കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അത് റിഡീം ചെയ്യുന്നതിനോ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയതിനു ശേഷമേ ഇനി പുതുതായിട്ട് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അത് നമ്മൾ നോക്കിയിരുന്നു അല്ലെ? അതുകൂടാതെ വേറൊരു പോയിന്റ് കൂടെ നോക്കിയിരുന്നു. ഒരു കമ്പനിയും എങ്ങനത്തെ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല? ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം എത്ര വർഷത്തെ പ്രിഫറൻസ് ഷെയർസ് വരെ ഇഷ്യൂ ചെയ്യാൻ പറ്റൂ? 20 years ആണ്. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രൊജക്ട്സിൽ ഏർപ്പെടുന്ന കമ്പനീസ് ആണെങ്കിൽ 30 years വരെ പോവാം. പക്ഷേ 21st year തൊട്ട് 10% വെച്ച് ഓരോ വർഷം 21st തൊട്ട് 22, 23 അങ്ങനെ ഓരോ വർഷം 10% വെച്ച് റിഡീം ചെയ്യണം. അപ്പൊ അത് 30th year ആകുമ്പോൾ ഫുള്ളി റിഡീംഡ് ആകും. ഇത്രയല്ലായിരുന്നു നമ്മൾ നോക്കിയിരുന്നത്, ആണോ? യെസ്, എല്ലാവർക്കും ഇതുവരെ പറഞ്ഞ് മനസ്സിലായോ? ഇഷ്യൂ വളരെ സിമ്പിൾ ആണ്. ഇഷ്യൂ റിലേറ്റഡ് കാര്യങ്ങൾ പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്താ? റിഡംഷൻ റിലേറ്റഡ് കാര്യങ്ങളാണ്. റിഡംഷൻ റിലേറ്റഡ് കാര്യങ്ങൾ വരുമ്പോൾ ഇച്ചിരി ട്രിക്കി ആണ്. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഓക്കെ? പണ്ട് ഈ റിഡംഷന്റെ കാര്യം എവിടെ ചോദിക്കുമായിരുന്നു? അക്കൗണ്ട്സിൽ ചോദിക്കുമായിരുന്നു. നിങ്ങൾക്കറിയാം, ന്യൂ സിലബസിൽ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്ന അക്കൗണ്ട്സിൽ ഉണ്ടായിരുന്ന ചാപ്റ്റർ അവർ എങ്ങോട്ട് മൂവ് ചെയ്തിരിക്കുകയാണ്? ഫൗണ്ടേഷനിലോട്ട് മൂവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ പണ്ട് പഠിച്ച ഫൗണ്ടേഷൻ അല്ല. ഇനി വരാൻ പോകുന്ന ഫൗണ്ടേഷൻ വളരെ പാടാണ്. കാര്യം എന്താ? അതിനകത്ത് റൈറ്റ് ഇഷ്യൂ, പ്രിഫറൻസിന്റെ റിഡംഷൻ, പ്രിഫറൻസ് ഷെയർസിന്റെ റിഡംഷൻ, ഡിബെഞ്ചേഴ്സിന്റെ റിഡംഷൻ, സിംഗിൾ എൻട്രി, ഇങ്ങനത്തെ ചില കോംപ്ലിക്കേറ്റഡ് ഏരിയ. പാർട്ട്ണർഷിപ്പ് ഇപ്പൊ മൊത്തത്തിൽ ഫൗണ്ടേഷനില്ല. ഇങ്ങനത്തെ കുറെ കോംപ്ലിക്കേറ്റഡ് ഏരിയ ഫൗണ്ടേഷനിലോട്ട് പോയിരിക്കുകയാണ്. അപ്പൊ CA ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ചെറിയൊരു കാര്യമേ അല്ല, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമായി മാറിയിരിക്കുകയാണ് CA ഫൗണ്ടേഷൻ. ആണല്ലോ? ഞാൻ ഒരു കാര്യം ചോദിച്ചു, അക്കൗണ്ട്സിൽ നിങ്ങൾക്ക് സിംഗിൾ എൻട്രി ഈസി ആയിട്ട് തോന്നുന്നു അതോ പാടായിട്ട് തോന്നുന്നു? ഇന്ററില് നിങ്ങൾ ഇന്റർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? സിംഗിൾ എൻട്രി പാടായിട്ടാണോ? പാടാണ്. ഇന്റർ സ്റ്റുഡൻസിന് വരെ അത് പാടാണ്. ഇൻകംപ്ലീറ്റ് സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഇടാം. അതെ, സിംഗിൾ എൻട്രി പാടായിട്ടാണോ തോന്നുന്നത് എളുപ്പമായിട്ടാണോ തോന്നുന്നത്? മിക്കവാറും പാടാണെന്നായിരിക്കും എല്ലാരും. പാടായിരുന്നു. അതിപ്പോ എങ്ങോട്ടാ പോയിരിക്കുന്നേ? ഫൗണ്ടേഷനിലോട്ടാ പോയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടാവണ്ട, നിങ്ങൾക്ക് സന്തോഷിക്കാം. പക്ഷെ ആർക്ക് പാടായിരിക്കും? ഇനി വരാൻ പോകുന്ന ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനൊക്കെ അത് ഇച്ചിരി കടുപ്പമായിട്ട് തോന്നാം. എസ്പെഷ്യലി ആർക്കാണെന്നറിയോ? ഈ സയൻസ് പിള്ളേര്. അവര് ജസ്റ്റ് ഇങ്ങനെ നടന്നു വരുന്നേ ഉള്ളൂ. അക്കൗണ്ടൻസി എന്താന്നൊക്കെ മനസ്സിലാക്കി വരുമ്പോഴായിരിക്കും എന്ത് വരുന്നത്? പെട്ടെന്ന് കയറി ഈ സിംഗിൾ എൻട്രി ഒക്കെ വരുന്നത്. അപ്പൊ അവർക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പിന്നെ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സും ലേഷൻ ട്രിക്കിയാ അല്ലേ? പിന്നെ പാർട്ട്ണർഷിപ്പിന്റെ ഡിസൊല്യൂഷൻ വരെ ഉണ്ട്. ഡിസൊല്യൂഷന്റെ കോൺസെപ്റ്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് എത്രത്തോളം അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ്. യെസ്, കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾക്ക് അത് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് ഫൗണ്ടേഷൻ പിള്ളേർ ആലോചിച്ച് വിഷമിക്കട്ടെ. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കാര്യം ചെയ്യുക. ഏതാണ്? ഇന്റർമീഡിയറ്റ് പഠിക്കുക, പാസ്സാകുക. യെസ്, അങ്ങനെയാണെങ്കിൽ റിഡംഷന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടോ? യെസ്, അപ്പൊ അടുത്ത ഹെഡിങ് എഴുതിക്കോ. കണ്ടീഷൻസ് ഫോർ redemption of preference shares.
രണ്ട് ഡൗട്ട് സ്റ്റുഡൻസുകൾ ചോദിച്ചിരുന്നു. നല്ല രണ്ട് ഡൗട്ടുകളാണ്. ഓക്കെ, എന്നെ ഒന്ന് ഓർപ്പിക്കണേ ആ ഡൗട്ടുകൾ. ഐ മീൻ ഞാൻ ജസ്റ്റ് ഈ ഒരു പോർഷൻ കൂടെ കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ആ ഡൗട്ടുകളെ പറ്റിയിട്ട് ഇങ്ങനെ സാർ എന്തോ ഡൗട്ടിന്റെ കാര്യം പറഞ്ഞു എന്നെങ്കിൽ മാത്രം പറഞ്ഞുതരാം. ഞാനത് ഓർത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്? ഫസ്റ്റ് കണ്ടീഷൻ എഴുതിക്കോ, ദ ഷെയർസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ദ ഷെയർസ് ഷുഡ് ബി ഫുള്ളി പെയ്ഡ്. അപ്പൊ എങ്ങനത്തെ പ്രിഫറൻസ് ഷെയർസിനെ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റൂ? ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ്. അപ്പോ നമ്മൾ നോക്കേണ്ടത് റിഡംഷൻ നടക്കാൻ പോകുന്ന പ്രിഫറൻസ് ഷെയർസ് പാർട്ട്ലി പെയ്ഡപ്പ് ആണോ ഫുള്ളി പെയ്ഡപ്പ് ആണോ? ഫുള്ളി പെയ്ഡപ്പ് അല്ലെങ്കിൽ കോൾസ് വിളിച്ച് അതിനെ എന്ത് ചെയ്യണം? ഫുള്ളി പെയ്ഡപ്പ് ആക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? റിഡീം ചെയ്യാവൂ. ഫോർ എക്സാമ്പിൾ, നമ്മളെ കമ്പനിയിലെ ഒരു 1,10% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹10 each ആണ് ഫേസ് വാല്യൂ. 10 each ആണ് ഫേസ് വാല്യൂ. യെസ്, അതിന്റെ പേഡപ്പ് വാല്യൂ 6 ആണ്. 6 each ആണ് ഇപ്പൊ. അപ്പൊ എത്ര രൂപയെ കിട്ടിയിട്ടുള്ളൂ? യെസ്, 1 lakh into 6 lakh കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇനിയും 4 ലക്ഷം രൂപ കിട്ടാൻ ബാക്കിയുണ്ട്. അപ്പൊ ഇത് എന്ത് ഷെയർസാ? പാർട്ട്ലി പേഡപ്പാ. അപ്പൊ പാർട്ട്ലി പേഡപ്പ് ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസിനെ റിഡീം ചെയ്യാൻ പറ്റത്തില്ലേ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? കോൾസ് വിളിച്ച് ഇതിനെ ഫുള്ളി പേഡപ്പ് ആക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കോൾസ് വിളിക്കുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എങ്ങനെ കോൾസ് വിളിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബോർഡ് മീറ്റിംഗിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കും. എന്ത് വിളിക്കാൻ വേണ്ടിയിട്ട്? കോൾസ് വിളിക്കാൻ. അപ്പൊ അവർ 4 രൂപ വിളിക്കും. വിളിക്കുമ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സ് പൈസ തരും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് പൈസ തരും. അവർ എത്ര രൂപ തരും? 1 lakh ഷെയർസ് ആണ്, അതിന്റെ 4 രൂപ വെച്ച് തരും. അപ്പൊ എത്ര രൂപ കിട്ടും? 4 ലക്ഷം രൂപ കിട്ടും. എന്നിട്ട് ടോട്ടൽ ഇപ്പൊ എത്രയായി? 10 ലക്ഷമായി. ഈ 10 ലക്ഷം എന്നിട്ട് നമുക്ക് എന്തിന് മുന്നിലോട്ട് പോവാം? റിഡംഷന് വേണ്ടിയിട്ട് മുന്നിലോട്ട് പോകാം. അപ്പൊ എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയോ? അപ്പൊ ആദ്യം പ്രിഫറൻസ് ഷെയർസ് എന്തായിരിക്കണം? ഫുള്ളി പേഡപ്പ് ആയിരിക്കണം. ഫുള്ളി പേഡപ്പ് അല്ലാത്ത പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റിഡീം ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയോ? എല്ലാവർക്കും ഞാൻ പറഞ്ഞത് പിടികിട്ടിയോ? യെസ്, എല്ലാവർക്കും ഞാൻ പറഞ്ഞത് പിടികിട്ടിയോ? എന്നാ ഞാൻ രണ്ടാമത്തെ പോയിന്റിലോട്ട് പോട്ടോ. രണ്ടാമത്തെ പോയിന്റ് നടുക്കെഴുതിക്കോ, സോഴ്സസ് ഓഫ് റിഡംഷൻ. റിഡംഷൻ നടത്തുമ്പോൾ എവിടെയൊക്കെ കിടക്കുന്ന പൈസ ഉപയോഗിച്ച് നമ്മൾ റിഡീം ചെയ്യും. ഓക്കെ, ഇതൊരു ട്രിക്കി ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്രം പ്രോഫിറ്റ്സ് available for distribution as dividend. രണ്ടാമതിന് താഴെ എഴുതിക്കോ, ഫ്രം ഇഷ്യൂ പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ എന്നും എഴുതും. ഇതാണ് രണ്ട് സോഴ്സസ്. അപ്പൊ എവിടെ നിന്നൊക്കെ നമുക്ക് റിഡംഷൻ നടത്താം? പ്രോഫിറ്റിൽ നിന്ന് റിഡംഷൻ നടത്താം, ഫ്രഷ് ഇഷ്യൂ പ്രൊസീഡ്സിൽ നിന്നും റിഡംഷൻ നടത്താം. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? എന്താണ് അർത്ഥം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഷെഡ്യൂൾ 3 ഒന്ന് വൃത്തിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഷെഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ എന്താ? ഷെഡ്യൂൾ 3 എന്ന് വെച്ചാൽ ഫോർമാറ്റ് ആണ് എന്തിന്റെ? ബാലൻസ് ഷീറ്റും P&L-ന്റെയും പിന്നെ നോട്ട്സിന്റെയും ഒക്കെ കാര്യങ്ങൾ പറയുന്ന ഫോർമാറ്റും കാര്യങ്ങളൊക്കെ പറയുന്ന സ്ഥലമാണ് ഷെഡ്യൂൾ 3. ആണോ? ഷെഡ്യൂൾ 3ക്ക് 3 ഡിവിഷൻ ഉണ്ട്. ഡിവിഷൻ 1, ഡിവിഷൻ 2, ഡിവിഷൻ 3. ഓക്കെ, ഡിവിഷൻ 3 അങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. ആദ്യത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് നോർമൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മാത്രം പാലിക്കേണ്ട കമ്പനീസ്, അവര് ഡിവിഷൻ 1ൽ കൊടുത്തിരിക്കുന്ന ബാലൻസ് ഷീറ്റും P&L ഫോർമാറ്റ് ഫോളോ ചെയ്യണം. നോർമൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അത് 2006 വന്നതാ. നോർമൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ റൂൾസ്. ആ നോർമൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് നിങ്ങൾ ഇപ്പൊ ഇന്റർവ്യൂവിൽ പഠിക്കുന്നത്.
ഏതാ ഒരു 28 എന്താണ്ടാക്കി നിങ്ങൾക്ക് പഠിക്കാൻ 28 27 എന്താണ്ടാ നിങ്ങൾക്ക് പഠിക്കാനില്ലേ? AS 1 2 3 4 5 7 8 ഇല്ല 9 10 11 12 13 14 15 16 17 18 19 20 ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനില്ലേ? അത് നോർമൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്, അല്ലെങ്കിൽ സാധാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഡിവിഷൻ 2 എന്ന് പറയുന്നത് ഇൻഡേഴ്സ് ആണ്. ഈ ഇൻഡേഴ്സ് നിങ്ങൾ 2015 എന്റെ വിശ്വാസം വന്നത്. ഇൻഡേഴ്സിന്റെ റൂൾസ് വന്നത് 2015 ഇൻഡേഴ്സ് നിങ്ങൾ എപ്പോഴാണ് പഠിക്കുന്നത്? ഫൈനലിലാണ് പഠിക്കുന്നത്. ഇൻഡേഴ്സ് ഒക്കെ വലിയ കമ്പനികൾ ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോ ഇൻഡേഴ്സ് ബാധകമായിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും? ഷെഡ്യൂൾ 3 ഡിവിഷൻ 2 പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും ഫോർമാറ്റ് ആയിട്ട് അവർ വെക്കാൻ പോകുന്നത്. യെസ്. അപ്പൊ ഡിവിഷൻ 3 എന്താ? ഡിവിഷൻ 3 എന്ന് പറയുന്നത് NBFC-കളെ അവർക്കിപ്പം ഇൻഡേഴ്സ് ഫോളോ ചെയ്യണം. അപ്പൊ ഇൻഡേഴ്സ് ഫോളോ ചെയ്യുന്ന NBFC-കൾക്ക് വേണ്ടിയിട്ടുള്ള ബാലൻസ് ഷീറ്റും P&L-ന്റെയും ഫോർമാറ്റ് കൊടുത്തിരിക്കുന്നത് ഡിവിഷൻ 3 എല്ലാവർക്കും ഞാൻ പറഞ്ഞത് പിടികിട്ടിയ? എല്ലാവർക്കും ഞാൻ പറഞ്ഞ പിടികിട്ടിയ? അപ്പൊ ഷെഡ്യൂൾ 3 എത്ര ഡിവിഷൻസ് ഉണ്ട് ഗൈസ്? 3 ഡിവിഷൻസ് ഉണ്ട്. ഒന്ന് ഡിവിഷൻ 1, മറ്റേത് ഡിവിഷൻ 2, പിന്നെ ഡിവിഷൻ 3. ഡിവിഷൻ 1ഉം 2 ആണ് നമ്മൾ കൂടുതലും നോക്കുന്നത്. ഡിവിഷൻ 3 അത്രയ്ക്ക് നമ്മൾ നോക്കാറില്ല, കാര്യം അത് NBFC-കൾക്ക് മാത്രം ആപ്ലിക്കബിൾ. അതൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബിസിനസ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിന് മാത്രം ആപ്ലിക്കബിൾ. അപ്പൊ അത് വലുതായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അത് പഠിക്കേണ്ട ആവശ്യം വരുമ്പോൾ മാത്രം പഠിച്ചാൽ മതി, അല്ലാതെ നോക്കിയേ വേണ്ട. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിവിഷൻ 1-നകത്ത് പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. പാർട്ട് 1 ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റാ, പാർട്ട് 2 P&L-ന്റെ ഫോർമാറ്റാ. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ ഒരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ ഒരു ഐഡിയ കിട്ടും. ദാ ഷെഡ്യൂൾ എവിടെയാ വരുന്നത്? സെക്ഷൻസ് എല്ലാം കഴിഞ്ഞാൽ ഉടനെ ഷെഡ്യൂൾസ് സ്റ്റാർട്ട് ചെയ്യും. ആണല്ലോ ഗൈസ്? യെസ്, ഷെഡ്യൂൾസ് വന്നല്ലോ. ഷെഡ്യൂൾസിനകത്ത് ഷെഡ്യൂൾ 3 കിടക്കുന്നുണ്ടോ? ഷെഡ്യൂൾ 3 ഡിവിഷൻ 1 ഉണ്ട്, ഡിവിഷൻ 2 ഉണ്ട്, ഡിവിഷൻ 3 ഉണ്ട്. ആണോ? ഞാൻ ഡിവിഷൻ 1 ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. ഡിവിഷൻ 1 ക്ലിക്ക് ചെയ്തപ്പോ ഇങ്ങനെയാണ് എഴുതി കാണിക്കുന്നത്. ഡിവിഷൻ 1 കണ്ടോ? ഡിവിഷൻ 1 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫോർ എ കമ്പനി whose financial statements are required to comply with the company's accounting standards rules 2006. അതായത് നമ്മളെ പഴയ AS എന്ന് പറഞ്ഞാൽ ചെറിയ കമ്പനികൾക്ക് ബാധകമായിട്ടുള്ള AS ആണോ? അപ്പൊ ഡിവിഷൻ 2 എന്താ? ഇൻഡേഴ്സ്. ഡിവിഷൻ 3 എന്താ? NBFC-കൾ ആണോ? അതില് പാർട്ട് 1 കിടക്കുന്നുണ്ടോ? ബാലൻസ് ഷീറ്റ്. അപ്പൊ പാർട്ട് 2 എന്തായിരിക്കും ഗൈസ്? ഉറപ്പായിട്ടും പാർട്ട് 2 P&L ആയിരിക്കും. പാർട്ട് 2 സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L നിങ്ങൾ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. പാർട്ട് 2 സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L കിടക്കുന്നുണ്ടോ? ഇതില് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ബാലൻസ് ഷീറ്റിലെ ചില കാര്യങ്ങളാണ്. ഓക്കെ, ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ കമ്പനിയാണെന്ന് വിചാരിച്ചോ, ഇന്റർനാഷണൽ എയർലൈൻസ് ലിമിറ്റഡ് ബാലൻസ് ഷീറ്റ്. യെസ്, ആസ് ഓൺ ഇമാജിൻ 31st March 2023 ആണെന്ന് വിചാരിച്ചോ. ആദ്യം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ് ജനറൽ ഹെഡ്. അപ്പൊ 2 ഹെഡ് ഉണ്ട്, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസും ഉണ്ട്, പിന്നെ ഏത് ഹെഡും ഉണ്ട്? അസറ്റ്സിന്റെ ഹെഡും ഉണ്ട്. ആദ്യം വരുന്ന ഹെഡ് ഏതാ ഗൈസ്? ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ് ആദ്യം വരുന്ന ഹെഡ്. യെസ്, ഇത് കണ്ടോ? ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. എല്ലാവർക്കും പറഞ്ഞിട്ട് കിട്ടിയോ? യെസ്, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിന്റെ അകത്ത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇവിടെ യെസ് കഴിഞ്ഞിട്ടാണ് അപ്പോസ്ട്രഫി. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. കാര്യം ഷെയർ ഹോൾഡർമാരുടെ ഫണ്ട് എന്നാ. യെസിന് മുമ്പ് അപ്പോസ്ട്രഫി ഇട്ട ഒരു ഷെയർ ഹോൾഡറിന്റെ ഫണ്ട് എന്നാവും. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്? ഷെയർ ഹോൾഡർമാരുടെ ഫണ്ടാ വേണ്ടത്. അപ്പൊ യെസ് കഴിഞ്ഞിട്ടാണ് അപ്പോസ്ട്രഫി വരുന്നത്. യെസ്, ഈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് അതിന്റെ അകത്ത് 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, 2 റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ട്, 3-മത്തത് തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ, അത് ഇമ്പോർട്ടന്റ് അല്ല. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം വെച്ച് നോക്കുമ്പോൾ അത് ഇമ്പോർട്ടന്റ് അല്ല. അപ്പോ ഷെയർ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താ? റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് വെച്ചാൽ എന്താ? ഷെയർ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താ ഗൈസ്? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ.
അതിനകത്ത് എന്തൊക്കെ വരും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും വരും, പ്രിഫറൻസും വരും. കാര്യം പ്രിഫറൻസും ക്യാപിറ്റലാണ്, ഇക്വിറ്റിയും ക്യാപിറ്റലാണ്, രണ്ടും ഷെയർ ആണ്. അപ്പൊ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് രണ്ടിന്റെയും ഒരു കൂട്ടി വരുന്ന ഫിഗർ ആണ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിലേ നമ്മളുടെ കമ്പനിയിലെ ഇതാണ് സിറ്റുവേഷൻ. 1 lakh ഇക്വിറ്റി ഷെയർസ് ഉണ്ട് ഓഫ് ₹10 each. അപ്പൊ ഇക്വിറ്റി ഷെയർസിന്റെ ടോട്ടൽ എത്ര വരും? 10 ലക്ഷം. അതേപോലെ 10% 1 lakh പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹10 each ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിഫറൻസ് ഷെയർസിന്റെ ടോട്ടൽ എത്ര വരും ഗൈസ്? 10 lakh. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ? ഇത് പേഡപ്പ് ആണ്, ഇത് ഓതറൈസ്ഡ് അല്ല, ഇതെല്ലാം ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ്, കോൾഡ് അപ്പ് പേഡപ്പ് ആണ്. എത്ര വരും? 20 lakhs വരും. അപ്പൊ നമ്മളുടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനകത്ത് ആ ഒരു പർട്ടിക്കുലർ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഹെഡിന്റെ സൈഡിൽ അമൗണ്ട് എത്രയാ വരണ്ടേ? അമൗണ്ട് വരേണ്ടത് 20 lakhs ആണ്. അമൗണ്ട് ഇവിടെ വരേണ്ടത് 20 lakhs ആണ്. എല്ലാവർക്കും ഞാൻ പറഞ്ഞത് പിടികിട്ടിയോ? അതാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഹെഡ്. വളരെ സിമ്പിളാ. അടുത്തതാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനുള്ളത് റിസർവ്സ് ആൻഡ് സർപ്ലസ്. അപ്പൊ ഈ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞ ഹെഡിനകത്ത് കുറെ റിസർവ്സ് വരും. ഏതൊക്കെ റിസർവ്സ്? ആദ്യം ക്യാപിറ്റൽ റിസർവ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടോ, ഈ റിസർവ്സും ക്യാപിറ്റൽ എല്ലാം ഏത് സൈഡാ? ലയബിലിറ്റി സൈഡാണോ അസറ്റ് സൈഡാണോ? ലയബിലിറ്റി സൈഡാ. പിന്നെ വരുന്നത് CRR എന്ന് പറയുന്നത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. പിന്നെ വരുന്നത് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. യെസ്. പിന്നെ DRR ഉണ്ട്, ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഇതിൽ CRR എന്താന്ന് ഞാൻ ഇപ്പൊ പഠിപ്പിക്കുക. ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് ഓൾറെഡി സെക്യൂരിറ്റീസ് പ്രീമിയം എന്താണെന്ന് അറിയാം. ക്യാപിറ്റൽ റിസർവ് എന്താന്ന് നിങ്ങൾ ഓൾറെഡി ഫൗണ്ടേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, BCom-നും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എപ്പോഴാണ് നമ്മൾ ക്യാപിറ്റൽ റിസർവ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു സിറ്റുവേഷൻ പറയാമോ? നിങ്ങൾ 2 സിറ്റുവേഷൻ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഫൗണ്ടേഷനിലും പഠിച്ചു, ഒന്ന് ഇന്റർമീഡിയറ്റിലും പഠിച്ചു. ഫൗണ്ടേഷനിൽ നിങ്ങൾ പഠിച്ചു ഈ ഫോർഫെയ്റ്റ് ചെയ്ത ഷെയർസ് റീഇഷ്യൂ ചെയ്യുമ്പോൾ പ്രോഫിറ്റിൽ റീഇഷ്യൂ ചെയ്ത, അതായത് ഫേസ് വാല്യൂവിനെ കാട്ടി കൂടുതൽ പൈസ കിട്ടിയാൽ റീഇഷ്യൂന്റെ സമയത്ത് ആ എക്സസ് പൈസ എങ്ങോട്ട് ക്രെഡിറ്റ് ചെയ്യും? ക്യാപിറ്റൽ റിസർവിലോട്ട് ക്രെഡിറ്റ് ചെയ്യും. യെസ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ? അതുകൂടാതെ ക്യാപിറ്റൽ റിസർവ് എവിടെ വരും? ക്യാപിറ്റൽ റിസർവ് എവിടെ വരും? പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷന് മുമ്പ് പ്രോഫിറ്റ് ആണെങ്കിൽ ആ പ്രോഫിറ്റ് എങ്ങോട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും? ക്യാപിറ്റൽ റിസർവിലോട്ട് ക്രെഡിറ്റ് ചെയ്യും, റവന്യൂ റിസർവ്സിലോട്ട് കൊണ്ടുപോകത്തില്ല എന്നും പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ റിസർവിനെ പറ്റിയിട്ട്, ആണോ? അപ്പൊ ക്യാപിറ്റൽ നേച്ചർ പ്രോഫിറ്റ് ആണ് നമ്മൾ എങ്ങോട്ട് ക്രെഡിറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ റിസർവിലോട്ട്. റവന്യൂ നേച്ചർ പ്രോഫിറ്റ് ആണ് നമ്മൾ എങ്ങോട്ട് ക്രെഡിറ്റ് ചെയ്യുന്നത്? P&L-ലോട്ടൊക്കെ ക്രെഡിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജനറൽ റിസർവിലോട്ടൊക്കെ ക്രെഡിറ്റ് ചെയ്യുന്നത്. എന്താണ് ഈ റവന്യൂ നേച്ചർ പ്രോഫിറ്റ്? റവന്യൂ നേച്ചർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ബിസിനസ്സിൽ നിന്നുണ്ടായ പ്രോഫിറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മളെ കമ്പനിയിൽ ഇന്റർനാഷണൽ എയർലൈൻസ് ലിമിറ്റഡ്, നമ്മളെ കമ്പനി എന്ത് ബിസിനസ്സിലാണ് ഏർപ്പെടുന്നത്? എയർലൈൻസ് ബിസിനസ്. അപ്പൊ എയർലൈൻസ് ബിസിനസ് ചെയ്തുണ്ടാക്കിയ പ്രോഫിറ്റ്, അതാണ് റവന്യൂ പ്രോഫിറ്റ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എയർലൈൻസ് ബിസിനസ്സിൽ ഏർപ്പെട്ടുണ്ടാക്കിയ പ്രോഫിറ്റ്. യെസ്. പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായ പ്രോഫിറ്റ്. അതെന്തല്ല? ബിസിനസ് പ്രോഫിറ്റ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ റിസർവിലോട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായോ? ഈ കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയുമെങ്കിലേ പിന്നെ വലിയ തലവേദനയൊന്നുമില്ല, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അങ്ങ് പിടികിട്ടിക്കോളും. ഞാൻ പറയുന്നത് മനസ്സിലായോ? യെസ്. DRR എന്താ? ഡിബെഞ്ചർ റിഡംഷൻ റിസർവ് ആണ്, ആണോ? അങ്ങനെ കുറെ റിസർവ്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. സോറി, റിസർവ്സ് ആൻഡ് സർപ്ലസിന്റെ ഞാൻ കാണിച്ചു തരാം. ദാ റിസർവ്സ് ആൻഡ് സർപ്ലസിനകത്ത് ദാ ഇത്രയും റിസർവ്സ് ഉണ്ടെന്നാ പറയുന്നത്. ഏതൊക്കെയാണ് ഇതൊക്കെ? ഒന്ന് ക്യാപിറ്റൽ റിസർവ്സ്, ഓൾറെഡി പറഞ്ഞു തന്നു. CRR ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്താന്ന് പിന്നീട് പറഞ്ഞുതരാം. സെക്യൂരിറ്റീസ് പ്രീമിയം ഒമിറ്റഡ് എന്ന് പറഞ്ഞ് കിടക്കുന്ന എന്താ? പണ്ട് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്നായിരുന്നു പേര്. ആ റിസർവ് എന്നുള്ള വാക്ക് വെട്ടിയിട്ട് ഇപ്പൊ വെറും സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്നാക്കി. DRR ഉണ്ട്, ഡിബെഞ്ചർ റിഡംഷൻ റിസർവ്. അതെന്താന്ന് നിങ്ങൾക്ക് ഡിബെഞ്ചർ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം. അടുത്തത് റീവാലുവേഷൻ റിസർവ്. എന്താണ് ഈ റീവാലുവേഷൻ റിസർവ്? വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഗൈസ്?
നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ബാലൻസ് ഷീറ്റ് വരയ്ക്കുകയാണേ. ഇങ്ങനെയല്ല ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ തൽക്കാലം ഒരു എളുപ്പത്തിന് വരയ്ക്കുകയാണ്. ഈ സൈഡ് എന്താ ഗൈസ്? ലയബിലിറ്റീസ് അല്ലേ? യെസ്, ലയബിലിറ്റീസ് ആണോ അല്ലയോ? ഈ സൈഡ് എന്താ ഗൈസ്? അസറ്റ്സ് അല്ലേ? യെസ്, അസറ്റ്സ് ആണോ അല്ലയോ? എന്നാലേ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, സേ 30 lakhs. ഡിബെഞ്ചർ ഉണ്ട്, 12% ഡിബെഞ്ചർ ഉണ്ട്, സേ 20 lakhs. ഒരു ബാങ്ക് ലോൺ ഉണ്ട്, സേ 30 lakhs. അതർ ലയബിലിറ്റീസ് ഉണ്ട്, സേ 20 lakhs. ഓക്കെ, അസറ്റ്സ് ഉണ്ട്, ഫിക്സ്ഡ് അസറ്റ്സ് ഉണ്ട്. ഫിക്സ്ഡ് അസറ്റ്സിനകത്ത് ബിൽഡിംഗ് ആണുള്ളത്. ഓക്കെ, ബിൽഡിംഗ് എത്ര രൂപയുടെ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ സേ 50 lakhs. കറണ്ട് അസറ്റ്സ് ഉണ്ട്, സേ 30 lakhs. പിന്നെ അതർ അസറ്റ്സ് എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുകയാണെ, ബാലൻസിങ് ഫിഗർ ആക്കാൻ, കരിയിലെ ബാലൻസ് ആവില്ല, 20 lakhs. അങ്ങനെയാണെങ്കിലേ ടോട്ടൽ എത്രയാണ് ബാലൻസ് ഷീറ്റിന്റെ? 50, 50, 100, 100 lakhs. ഇവിടെ എത്ര വരും? 100 lakhs. ആണോ അല്ലയോ? സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിലേ കമ്പനി എന്ത് ചെയ്തെന്ന് വെച്ചാലേ, ബാലൻസ് ഷീറ്റ് ആണേ, കമ്പനി എന്ത് ചെയ്തെന്ന് വെച്ചാലേ, ഈ ബിൽഡിംഗ് മേടിച്ചപ്പോ അതിന്റെ വില 50 ലക്ഷമായിരുന്നു. ഓക്കെ, പെട്ടെന്ന് ബിൽഡിങ്ങിന്റെ വില അങ്ങ് കയറി അങ്ങ് കൂടി. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ്ങിന്റെ ചുറ്റുവട്ടവും കുറെ ഫ്ലാറ്റുകളൊക്കെ വന്നു. അതുകൊണ്ട് ഈ ബിൽഡിംഗ് ഭയങ്കര വിലയുള്ള ഒരു ബിൽഡിംഗ് ആയി മാറി, മാർക്കറ്റ് വാല്യൂ ഉള്ള ബിൽഡിംഗ് ആയി മാറി. അപ്പൊ ഇപ്പം ബിൽഡിങ്ങിന്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത്, മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 60 lakhs ആണ്. പക്ഷെ ബാലൻസ് ഷീറ്റിലുള്ള ക്യാരിയിങ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ബുക്ക് വാല്യൂ 50 lakhs ഉള്ളൂ. അപ്പൊ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത് ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള കാര്യങ്ങളാണോ? അല്ല. അപ്പൊ കമ്പനി എന്ത് ചെയ്യണം? ബിൽഡിങ്ങിനെ എന്തിലോട്ട് കൊണ്ടുവരണം? ഫെയർ വാല്യൂയിലോട്ട് കൊണ്ടുവരണം. എന്നാലാണ് ബാലൻസ് ഷീറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ കാണിക്കാൻ പോകുന്നത്. ബിക്കോസ് ഹിയർ ദി അസറ്റ് ഇസ് അണ്ടർ സ്റ്റേറ്റഡ്. അസറ്റിന്റെ വാല്യൂ അല്ല കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യുമെന്ന് വെച്ചാലേ, ഈ ബിൽഡിംഗ് എത്ര രൂപ കൂടണം? 10 ലക്ഷം രൂപ കൂടണം. അപ്പൊ അസറ്റ് കൂടണമെങ്കിൽ അസറ്റിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ എത്ര വരും? 10 ലക്ഷം. ടു, ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം. ബിൽഡിംഗ് 50 ലക്ഷത്തിൽ നിന്ന് 60 ലക്ഷമായിട്ട് ഉയർന്നാൽ നമ്മളുടെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റിന്റെ ടോട്ടൽ എത്രയാവും? 110 lakhs ആവും. ലയബിലിറ്റീസ് വീണ്ടും 100 ആയിട്ട് കിടക്കുക. ആ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എങ്ങോട്ട് ക്രെഡിറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ, റീവാലുവേഷൻ റിസർവ് എന്ന് പറയുന്ന ഒരു റിസർവ് ഓപ്പൺ ചെയ്ത് അങ്ങോട്ട് ഈ 10 ലക്ഷം രൂപേനെയും കൂടെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എന്ത് പറ്റും? ലയബിലിറ്റി സൈഡിൽ റീവാലുവേഷൻ റിസർവ് എന്ന് പറഞ്ഞ് ഒരു ഹെഡ് വരും, അവിടെ 10 ലക്ഷം കൂടെ വരും. അപ്പൊ ഇവിടെ എത്രയാവും? 110 lakhs ആവും. എല്ലാവർക്കും പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്ത് സൃഷ്ടിക്കപ്പെട്ടു? റീവാലുവേഷൻ റിസർവ് എന്ന് പറയുന്ന ഒരു റിസർവ് എക്സ്ട്രാ സൃഷ്ടിക്കപ്പെട്ടു. എന്ത് കാരണം? അപ്വേർഡ് റീവാലുവേഷൻ ഓഫ് അസറ്റ് കാരണം. എല്ലാവർക്കും മനസ്സിലായോ? അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു റിസർവ് ആണ് റീവാലുവേഷൻ റിസർവ്. വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും പിടികിട്ടി. അടുത്ത റിസർവ് എന്താ പറയുന്നത്? ഷെയർ ഓപ്ഷൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട്. അതെന്താന്ന് പിന്നീട് പറഞ്ഞുതരാം. അത് ഈസോപ്പ് ഒക്കെയാണ് ബേസിക്കലി അതിനകത്ത് വരുന്നത്. വേറെ അതർ റിസർവ്സിനെ പറ്റിയിട്ടും പറയുന്നു. അതർ റിസർവ്സിനകത്ത് സ്പെസിഫിക് ആയിട്ടൊന്നും പറയുന്നില്ല. അടുത്തത് എച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എച്ച് എന്താന്ന് വെച്ചാല് സർപ്ലസ് ഇൻ പി ആൻഡ് എൽ. എച്ച് എന്താണ് ഗൈസ്? സർപ്ലസ് ഇൻ പി ആൻഡ് എൽ. സർപ്ലസ് ഇൻ പി ആൻഡ് എൽ അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. സിമ്പിൾ ആണ്. എന്താണ് ഈ സർപ്ലസ് ഇൻ പി ആൻഡ് എൽ? സി, നമ്മളെ കമ്പനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണെന്ന് വെച്ചാലേ 2018-2019 ഫിനാൻഷ്യൽ ഇയറിലാണ്. ആ വർഷം ഉണ്ടാക്കിയ പ്രോഫിറ്റ് 20 ലക്ഷം വിചാരിച്ചു. 2019-20 വീണ്ടും പ്രോഫിറ്റ് ആയിരുന്നു 30 ലക്ഷം.
2021 വീണ്ടും പ്രോഫിറ്റ് ആയിരുന്നു 10 ലക്ഷം. 2021-22 വീണ്ടും പ്രോഫിറ്റ് ആയിരുന്നു സേ 30 ലക്ഷം. 22-23 വീണ്ടും പ്രോഫിറ്റ് ആയിരുന്നു സേ 10 ലക്ഷം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ടോട്ടൽ?